ധർമ്മപുത്രരുടെ ചോദ്യം എങ്ങനെയാണ് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുക. അവിടെ വെച്ച് നാരദരും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദം എന്നാണ്. യുധിഷ്ഠിര നാരദ സംവാദത്തിലാണ് ഈ ഒരു ഭാഗം. ധർമ്മത്തെപ്പറ്റി കേൾക്കണം എന്ന ആഗ്രഹം പറഞ്ഞു. ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നമ്മളെ നിലനിർത്തുന്ന മൂല്യത്തിന് പറയുന്ന പേരാണ് ധർമ്മം. നമ്മളെ നിലനിർത്തുന്ന ചേർത്ത് കോർത്ത് നിലനിർത്തുന്ന മൂല്യത്തിന് പറയുന്ന പേരാണ് ധർമ്മം. ധർമ്മത്തെ നമുക്കങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ പറ്റുമോ ചോദിച്ചാൽ അതൊന്നും പറ്റില്ല. പക്ഷേ കുറേശ്ശൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറേശ്ശൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ വകതിരിവ് വെച്ചിട്ട് ധരിക്കുന്നത് ധർമ്മം. ഇനി എളുപ്പമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില മര്യാദകൾ പാലിക്കണം. എന്താണ് അത്? ആരെ ഉണ്ടാക്കിയത്? നമ്മളെന്നെ ഉണ്ടാക്കിയതാ എന്നെ മര്യാദ. കാരണം നമ്മളത് പാലിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാം. ആ മര്യാദ തെറ്റിച്ചാലോ ഇരിക്കാം, അത്രേ ഉള്ളൂ. സമാധാനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുക, മരിക്കണവരെ ഇരിക്കുക എന്നല്ലാതെ ആ താളം തെറ്റി. മക്കളായിട്ടുള്ള ബന്ധം പോയി, ഭർത്താവായിട്ടുള്ള ബന്ധം, ഭാര്യയായിട്ടുള്ള ബന്ധം, അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നം, അങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതേ ഉള്ളൂ. പക്ഷെ ഉള്ളിലെന്തില്ല, തൃപ്തി ഇല്ലാണ്ട് കഴിയേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ മര്യാദ തെറ്റിക്കരുത്. ഈ മര്യാദയ്ക്ക് പറയുന്ന പേരാണെന്ത്? ധർമ്മം. ചില ചിട്ടകൾ നമുക്ക് ആവശ്യമാണ്. സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായില്ല, അതിനുള്ള വഴി നമ്മൾ ചെയ്യണം. ആയുർവേദക്കാർ പറയും ഔഷധ സേവ മാത്രം പോരട്ടോ, എന്തും വേണം? പഥ്യം വേണം. പലരും ചോദ്യം ഇതാണ്, ഭാഗവതമൊക്കെ എത്രയോ നടക്കണു, സപ്താഹമൊക്കെ കുറേ നടക്കണു, ജനങ്ങളൊന്നും നേരെയാവണത് കാണുന്നില്ലല്ലോ തിരുമേനി എന്ന് ചോദിച്ചാൽ ഔഷധ സേവ ഉണ്ട്, പഥ്യമില്ല. എന്തല്ല? കേൾക്കുന്നുണ്ട്, കേൾക്കലിനൊരു തൊഴിലാക്കിയവരുണ്ട്. എന്നിട്ട് കേട്ടതിൻ്റെ നേരെ വിപരീതം ചെയ്യും. അപ്പോൾ നമുക്ക് അത്ഭുതം, ഈശ്വര ഇവരല്ലേ കേട്ടത്? ആ കേൾക്കുക എന്നല്ലാതെ ഇതൊരു മനോരഞ്ജകം, അത്രയേ ഉള്ളൂ. നമ്മൾ ടി വി കാണില്ലേ, കപിൽ ശർമ്മ ഷോ ഒക്കെ കാണില്ലേ, അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ അതുപോലെ കണ്ട് ചിരിക്കുക. നല്ല തന്നെയാണ്, ചിരിക്കണം കേട്ടോ, ചിരിക്കേണ്ടെന്നല്ല പറയണത്. അത് വേണം, ചിരിയൊക്കെ പ്രധാനമാണ്. പക്ഷെ ചിന്തിക്കും വേണ്ടേ? അതാ ചോദ്യം. വെറും ചിരിയായേ പറ്റുമോ? നമ്മൾ അതുപോലെ മനസ്സിനെ ഇങ്ങനെ രഞ്ജിപ്പിക്കാൻ കുറച്ച് സമയത്തേക്ക് എല്ലാം നോക്കി അങ്ങനെ കുറച്ച് നേരം, അതിനിപ്പോൾ വേറെ പല വഴികളുമുണ്ട്. അത് മാത്രമല്ല ഉദ്ദേശം, അത് നീണ്ടു നിൽക്കണം. തൽക്കാലത്തെ ചിരിച്ചു വിടാനുള്ളതല്ല, അതിങ്ങനെ നീണ്ടു നിൽക്കണം, അത് ശാശ്വതമായിട്ട് നിർത്തണം. അപ്പോൾ അതിന് എന്ത് പോരാ? അത് വെറുതെ നേരം പോയാൽ മാത്രം പോരാന്നർത്ഥം. ആ മട്ടിൽ ഗൗരവത്തിലെടുത്താലേ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ എടുക്കുന്നവർ കുറച്ചാണെന്നാണ്. എന്താണ്? അധികം പേരുണ്ടാവില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ 10 പേരെ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. അതിൽ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നത് 1-2 പേരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗതി. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്താ അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. അപ്പോൾ അതിൽ 1-2 ആവാൻ നമ്മൾ ശ്രമിക്കണം. എന്താണ്? 1-2 ആവുള്ളൂ, ഞാനതല്ല, ബാക്കി 990 അതല്ല, അങ്ങനെയല്ല, ഞാനാണോ 1-2 എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാ മുഖ്യം. അതിന് വേണ്ടിയാണ് ഈ വക. എത്ര പേര് ഇവിടെ ഉണ്ടോ? നമ്മൾ ഇത്ര പേര് ഇവിടെ വന്നിരുന്നില്ലേ? നമ്മൾ കുറച്ച് പേരല്ലേ വന്നിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെയാണ് ഭഗവാൻ ഇത് ഏൽപ്പിച്ചതെന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കണക്കാക്കിയിട്ട് ആ വഴിക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതാണ് ചിട്ട. ചില മര്യാദകൾ വേണം. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ചെണ്ണമൊക്കെ പറഞ്ഞു. എല്ലാം ഒന്നും പറയണില്ല, കാരണം കുറഞ്ഞ സമയമല്ലേ നമുക്ക്. ഒരു 2 മണിക്കൂർ കഷ്ടി ഉണ്ടാവും. അതിൽ ഭാഗിച്ചു കൊടുത്തത് ഓരോരുത്തർക്കായിട്ട്. സനാതന ധർമ്മം പറയാൻ 1/2 മണിക്കൂർ, ഗജേന്ദ്രമോക്ഷം പറയാൻ 1/2 മണിക്കൂർ, പാലാഴിമഥനം പറയാൻ 1/2 മണിക്കൂർ, പിന്നെ ഒരു 20 മിനിറ്റ് ബലിചരിത്രം. അങ്ങനെ തുല്യമായിട്ട് ഭാഗിച്ച ആർക്കും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീർക്കണം. അപ്പോൾ ഇവിടെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ താല്പര്യം പറഞ്ഞല്ലോ, എളുപ്പമാണ്. തനിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യം ഞാൻ വേറൊരാളോട് ചെയ്യാണ്ടിരിക്കുക. ഇതിപ്പം അറിയാൻ വലിയ പുസ്തകം വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? എന്നോടൊരാൾ ഇങ്ങനെ പെരുമാറി എനിക്ക് വലിയ വിഷമം, ആ വാക്ക് എന്നോട് പറയാൻ എനിക്ക് സഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ വാക്ക് താൻ വേറൊരാളോട് പറയാണ്ടിരിക്കുമോ? ഞാൻ പറയും. എന്നാൽ പിന്നെ ഇത് കേൾക്കും വേണ്ടി വരും. അതാണ് നമ്മൾ പറയും, നമ്മൾ കേൾക്കേണ്ടി വരും. എന്നോടൊരാളിങ്ങനെ പെരുമാറി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കുക ഇല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യില്ല, വല്ലാണ്ട് സുഖിപ്പിച്ചോളമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള കുത്തുവാക്ക് ഞാൻ പറയില്ല എന്ന് തീരുമാനിച്ചാൽ മതി. ഇതാണ് ധർമ്മം. അതാണ് മഹാഭാരതത്തിലൊക്കെ പറയും, ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വൈതവധാര്യ ച ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. തനിക്ക് പ്രതികൂലമായ കാര്യം മറ്റുള്ളവരോട് ചെയ്യാണ്ടിരിക്കുക. അത് നമുക്കറിയണ കാര്യമല്ലേ, അല്ലേ? ഭാഗവതം വായിക്കുന്നതിൻ്റെ മുന്നേ അറിയില്ലേ? ഭാഗവതം വായിച്ചിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കി, എന്നിട്ടോ ചെയ്യണ പ്രവൃത്തി എന്താ? അത്രേ ചോദ്യമുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളെ പറയില്ല, ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. ഇത്രയൊക്കെ വായിച്ചു, ഇത്രയൊക്കെ മനസ്സിലാക്കി, എന്നിട്ടും ഞാൻ ചെയ്യണ പ്രവൃത്തി എന്താ? അവിടെ വിഷയം. ഇതിന് വലിയ പഠിപ്പൊന്നും ആവശ്യമൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ. ഇതൊന്നും വായിക്കാത്തവർ ഇങ്ങനെ ഇത് പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അധികം മഹാത്മാക്കളുടെയും കഥകൾ നോക്കിയാൽ അവരൊന്നും വലിയ ശാസ്ത്രമൊന്നും
ശാസ്ത്രമൊന്നും രമണ മഹർഷി കുറേ ശാസ്ത്രം പഠിച്ചു. രാമകൃഷ്ണദേവൻ നമ്മൾ പഠിച്ചത്രയൊന്നും നമ്മളെത്ര സപ്താഹം കേട്ടു, ഇത്രയൊന്നും ആരും കേട്ടില്ല. നമ്മൾ ഈ കേട്ടതാണോ പ്രശ്നം ഇറക്കി തോന്നാറുണ്ട്. ഈ കുറേ കേൾക്കുന്നതും പഠിക്കുന്നതുമാണോ പ്രശ്നം എന്ന് വരെ തോന്നിപ്പോവും എന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ കേൾക്കുക മാത്രമല്ല, ലേശം കണ്ട് കേട്ടാൽ അത് പ്രാവർത്തികമാക്കാൻ ഉടനെ ശ്രമിക്കുന്നുണ്ട്. അത് വേണം, അത് വളരെ പ്രധാനമെന്നർത്ഥം. തനിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് ചെയ്യാണ്ടിരിക്കലാണ് ധർമ്മം. തന്നെയാണ് ഗുരുദേവൻ മലയാളത്തിൽ പറഞ്ഞു, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം. ഞാൻ എൻ്റെ സുഖത്തിനായിട്ടൊരു കർമ്മം ചെയ്യുമ്പം ഒന്ന് ചിന്തിക്കണം, ഇതെല്ലാവർക്കും സുഖം തന്നെയല്ലേ നോക്കണം. ഞാനിവിടെ ചിലത് പറയുമ്പോൾ എൻ്റെ സുഖത്തിനായിട്ട് പറയണു, അത് നിങ്ങൾക്കും ഉപകാരമുള്ളതല്ലേ എന്ന് ഞാൻ ചിന്തിക്കണം. എന്താണ്? നിങ്ങൾക്കും ഉപകാരമുള്ളതാണെങ്കിലേ പറയണ്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട. എനിക്ക് മാത്രമായിട്ടൊരു സുഖം നിങ്ങൾക്ക് ഉപദ്രവമാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുക വേണ്ടത്. ഇത്ര ചെയ്യണ്ടോ? ഒരു കർമ്മം ചെയ്യുമ്പം ലോകത്തിനും കൂടി ഇതുകൊണ്ട് സമാധാനമല്ലേ ചിന്തിക്കുക. വീട്ടിലിപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പം എനിക്ക് മാത്രമല്ല എൻ്റെ ബന്ധുക്കൾക്കും കുടുംബത്തിനും സമാധാനം നൽകുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം തൽക്കാലത്തേക്ക് നൽകുന്നതാണോ? തൽക്കാലത്തേക്ക് എനിക്ക് മാത്രം സുഖം നൽകുന്ന കാര്യമാണ്, എന്നാൽ വേണ്ട. ഇത് തീരുമാനിക്കാനുള്ള വകതിരിവ്, ആ വിവേകം നമുക്ക് വേണം. ഇതില്ലാത്തതുകൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും, അല്ലേ? ധർമ്മച്യുതി കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. തൽക്കാലത്തെ സുഖത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട് ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ പലതും ചെയ്യും. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരിക. പിന്നീട് അധികം പറയണ്ടല്ലോ, നമ്മൾ നല്ലത് പറയാനല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. ആ ഒരു വിഷമം അത് വരാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ വേറൊരു വിഷയം എന്താ ചോദിച്ചാൽ, തനിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. അത് തിരിച്ചു പറഞ്ഞാൽ തനിക്ക് സന്തോഷം നൽകുന്ന കാര്യം മറ്റുള്ളവരോട് ചെയ്യുക, അത് വേണോ? അത് വേണമെന്നില്ല. എന്താണ്? അത് വേണമെന്നില്ല. അത് ചെറിയ വിഷയമുണ്ട്. എന്നോടൊരാളിങ്ങനെ പെരുമാറി എനിക്ക് സന്തോഷമാവും, എന്നാൽ ഞാൻ അങ്ങോട്ടെല്ലാവരോടും അങ്ങനെ പെരുമാറുക വേണോ? പാടില്ല. അതാണ് അവിടെ പ്രശ്നമുണ്ട്. കാരണം ഒരു മദ്യം കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് തനിക്ക് മദ്യം കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. ഒരു വീട്ടിൽ പോയാൽ അവിടെ നിന്നൊരു മദ്യം കിട്ടുന്നത് വലിയ ഇഷ്ടമാണെന്ന് കരുതി എൻ്റെ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ ഞാനും കൊടുത്താലോ? മാംസം കഴിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് വരുന്നവർക്കൊക്കെ സന്തോഷമാവട്ടെ കരുതി അയാൾക്ക് സന്തോഷമായിക്കൊള്ളണമെന്നില്ല. അതാ പറയണത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ മറ്റു വശം ഇത് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കില്ല. നമ്മൾ രണ്ടും പറയും വേണ്ട. അപ്പം അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക, എന്ത് മതി? അത്രയേ ഉള്ളൂ. അധികം ചിരിച്ചിട്ടില്ലെങ്കിലും കണ്ണുരുട്ടാണ്ടിരിക്കുക, അത് മതി. ചിരി വേണം നമ്മൾ പറയണില്ല, ഉപദ്രവിക്കാണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ ധർമ്മം എന്ന് പറഞ്ഞാൽ താല്പര്യം. ഇനി വിസ്തരിക്കാനാണെന്ന് വെച്ചാൽ അനവധിയുണ്ട്. സാമാന്യ ധർമ്മങ്ങൾ കുറേ ഉണ്ട്.